ഹാപ്പി ന്യൂ ഇയർ എവ്രിബഡി. ക്ലബ് എഫ്എമ്മിൽ ഇത് ലവ് ബൈറ്റ്സ് വിത്ത് റീനു. എല്ലാവർക്കും പുതുവർഷത്തിൻ്റെ ഒരുപാട് ആശംസകൾ. 2012 ലവ് ബൈറ്റ്സിൽ വന്ന കുറേ സെലിബ്രിറ്റീസിനെയും അവർ പറഞ്ഞ കുറേ കഥകളെയൊക്കെ കുറിച്ച് നമ്മൾ പറയല്ലായിരുന്നോ? ആഷിഖ് അബു എൻ്റെ അടുത്ത് ഒരു പഴയ പ്രണയ കഥയുടെ ഓർമ്മ ഷെയർ ചെയ്തിരുന്നു. അറിയണ്ടേ? ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ റീനു ആഷിഖ് അബുവിൻ്റെ അടുത്ത് ചോദിക്കുക, ഇതുപോലൊരു കഥ എവിടെ നിന്നൊക്കെയോ ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. അല്ല, അത് ഞാൻ പല സ്ഥലങ്ങളിലായിട്ട് പറഞ്ഞിട്ടുള്ളതായിരിക്കും. അതെ, അങ്ങനെയാണല്ലോ ഞാൻ അറിയാം. അത് ഈ പറഞ്ഞ പോലെ കല്യാണം വിളിച്ചു, കല്യാണത്തിന് പോകണമെന്ന് തീരുമാനിച്ചു. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അറിയാലോ, ഇപ്പം ഈ മാരകമായിട്ട് പ്രണയിച്ചിരുന്ന ഒരു കാമുകിയുടെ കല്യാണം നടക്കുന്നു എന്നുള്ളത് തന്നെ ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ട്രാജിക് ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പൊ അത് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചപ്പോഴത്തേക്കും ഈ കാര്യം അറിയാവുന്ന വളരെ കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നു, ഈ പ്രേമം. അപ്പൊ അവരെ ഒന്നും അറിയിക്കാതെ ഇതറിയാൻ പാടില്ലാത്ത രണ്ടുപേരെ കൂട്ടിയാണ് ഞാൻ അവിടെ പോയത്. കാരണം സുഹൃത്തിന്റെ കല്യാണം എന്നുള്ളതിലേക്ക് പോയത് ഒരു കറുത്ത അംബാസിഡർ കാറിലാണ്. എവിടെ നോപ്പിച്ചു? അത് ഈ എന്റെ ഒരു സുഹൃത്തിന്റെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഈ കുട്ടിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കരിദിനമായിരിക്കും എനിക്ക്. അപ്പോ കറുത്ത അംബാസിഡർ കാറ്, ഈ എന്റെ കൂടെ വന്ന ആൾക്കാരോടും കറുത്ത ഡ്രസ്സ് ഇട്ടിട്ട് വരാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ ഞങ്ങൾ 3 പേരും കറുത്ത ഉടുപ്പൊക്കെ ഇട്ടിട്ട് കല്യാണത്തിന് പോയി. അവിടെ ഒപ്പന നടക്കുന്നുണ്ടായിരുന്നു. ആ ഒപ്പനയൊക്കെ കണ്ടു. പോയി സംസാരിച്ചൊന്നുമില്ല. കുറച്ചു നേരം ഞങ്ങൾ വന്നു, പങ്കെടുത്തു എന്ന് അവർക്ക് മനസ്സിലായി എന്ന് തോന്നിയ ആ നിമിഷം ഞങ്ങൾ അവിടെ നിന്ന് വിട്ടു. അല്ല, കല്യാണപ്പെണ്ണിന് എങ്ങനെയല്ല മനസ്സിലായി കാണും. കല്യാണപ്പെണ്ണ് കണ്ടു കറുത്ത ഡ്രസ്സ്. അല്ല, അത് മാത്രമല്ല, എനിക്ക് തോന്നിയത്, എനിക്ക് തോന്നലാണെന്ന് അറിയില്ല, എന്നെ പ്രതീക്ഷിച്ചിരിക്കുന്ന പോലെ തോന്നി. അത് പ്രണയം നഷ്ടപ്പെട്ട എല്ലാ കാമുകന്മാർക്കും തോന്നാറുണ്ട്. അതെ അതെ, ആ പെണ്ണ് ഇപ്പോഴും എന്നെ ആലോചിച്ചോണ്ടിരിക്കുകയാണ്. അത് പക്ഷെ അങ്ങനെ തോന്നുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. മനസ്സിലാ വിചാരമുള്ളതാണ് നല്ലത്. ഇപ്പോഴും എന്നെ പറ്റി ആലോചിക്കുന്നുണ്ടല്ലോ എന്നുള്ള അങ്ങനെ തന്നെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. ആശിക്കിന് മാത്രല്ല, എനിക്ക് തോന്നുന്നു നമ്മളേക്ക് ഒരാൾ ഉപേക്ഷിച്ചിട്ട് പോയാലും നമ്മളെല്ലാരും ഇത് തന്നെ ആഗ്രഹിക്കുന്നത് അല്ലേ? ഇനിയും കഥകളുണ്ടേ. പക്ഷെ ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ ഇപ്പോൾ ഒരു റൊമാൻറ്റിക് ഗാനത്തിന്റെ സമയം. I'll be back after that. Stay tuned for ton കണക്കിന് റൊമാൻസ്. ബിജു മേനോന്റെയും സമൃദ്ധയുടെയും പ്രണയം എങ്ങനെ ആയിരുന്നിരിക്കാം? ആരായിരിക്കും പ്രപ്പോസ് ചെയ്തേ? ഇങ്ങനത്തെ സംശയങ്ങളൊക്കെ എനിക്കും ഉണ്ടായിരുന്നേ. ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിലെ ബിജു മേനോനെ കിട്ടിയപ്പോൾ 2012 ഈ ചോദ്യം ഞാൻ ചോദിച്ചിരുന്നു. ഉത്തരം കേട്ടോ. ബിജു, ലവ്, പ്രണയം, ആ 3 അക്ഷരമുള്ള വാക്ക് ബിജു മേനോൻ എന്താ? പ്രണയം വളരെ സുഖമുള്ള ഒരു ഏർപ്പാടാണ് ആക്ച്വലി. നന്നായിട്ടിരിക്കുന്നിടത്തോളം കാലം ഒരാളോട് മാത്രമോ? അത് നമ്മുടെ ഇഷ്ടമാണ് ആക്ച്വലി. നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാനും കൊണ്ടുപോകും. അത്ര അതിൻ്റെ ഒരു സിൻസിയറിറ്റിയുടെ ലെവൽ കുറയും. പക്ഷെ ഒരാളോട് മാത്രമാകുമ്പോൾ നമ്മൾ കൂടുതൽ അത് എൻജോയ് ചെയ്യുന്നു പറയില്ലേ, ആ ഒരു രീതിയിൽ. ഒരാളോട് മാത്രമുള്ള പ്രണയം നമ്മൾ നല്ല രീതിയിൽ സംസാരിച്ച് പരസ്പരം മനസ്സിലാക്കിയിട്ടുള്ള ഒരു പ്രണയത്തിന് കുറച്ചും കൂടെ ഒരു ഡെപ്ത് ഉണ്ടാവും. ഒരു സംശയം ചോദിക്കുകയാണ്, ഫസ്റ്റ് ലവ്, ആദ്യ പ്രണയം ഇതായിരുന്നോ? ഒരിക്കലല്ല. ആദ്യം ഓരോ സമയത്തും എനിക്ക് ഓരോരോ പ്രണയങ്ങൾ ഉണ്ടായിട്ടുണ്ടായത്. ഫസ്റ്റ് പ്രണയം ഇപ്പോൾ പറഞ്ഞ ഞങ്ങൾ ചീത്ത വിളിക്കുമെന്നാലും 6th സ്റ്റാൻഡേർഡിലായിരുന്നു എൻ്റെ ഫസ്റ്റ് പ്രണയം. അത് കഴിഞ്ഞ് 10th പ്രീ ഡിഗ്രി 2nd ഇയറിലുണ്ടായിരുന്നു, ബികോമിനുണ്ടായിരുന്നു, നെസിഡോളിക്കുണ്ടായിരുന്നു, ഫിലിമിലുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പ്രണയങ്ങൾ. സിനിമയിലെ പ്രണയം? സിനിമയിൽ അതല്ലേ എൻ്റെ വീട്ടിലിരിക്കുന്നത്. ഫാമിലി ആയിട്ടുള്ള ആളുകളൊക്കെ പ്രണയിക്കാൻ പെൺകുട്ടികൾക്ക് പേടിയാന്നപ്പിച്ചു ഇതുവരെ ഞാൻ ചിന്തിച്ചോണ്ടിരുന്നത്. എന്റെ ചിന്താരീതികളൊക്കെ മാറിക്കൊണ്ടിരിക്കുക. കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? ഇനിയും കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവാനുണ്ട്. കുറച്ച് സമയത്തിനു ശേഷം ക്ലബ് എഫ്എമ്മിൽ ഇത് ലവ് ബൈറ്റ്സ് കടറീനു. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. അച്ഛനും അമ്മ എപ്പോഴും പറയും, ഇപ്പോഴത്തെ കുട്ടികൾക്ക് പ്രണയത്തിന്റെ വില അറിയില്ല, പണ്ടത്തെ ആളുകളാണ് കാര്യമായിട്ട് പ്രണയിച്ചുകൊണ്ടിരുന്നത്, മറ്റതാണ് മറിച്ചതാണ്. ക്ലബ് എഫ്എമ്മിൽ ഇത് ലവ് ബൈറ്റ്സ് വിത്ത് റീനു. പക്ഷെ ഞാനേ മുതിർന്ന ഒരാളോട് ഇതിനെക്കുറിച്ച് അഭിപ്രായം ചോദിച്ചായിരുന്നു, സത്യനന്ദിക്കാടിൻ്റെ അടുത്ത്. അദ്ദേഹം എന്താ പറഞ്ഞെന്നറിയോ? സർ, പുതിയ തീരങ്ങൾ എന്ന മൂവിയിലെ പ്രണയത്തിന് ഒരു മെച്യൂരിറ്റി ഉണ്ട്. പക്ഷെ ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിന് പ്രണയത്തിൽ ഈ ഒരു മെച്യൂരിറ്റി ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നുണ്ട്. കാരണം പുതിയ തീരങ്ങളിലെ മോഹനും താമരയും ഇന്നത്തെ കാലത്ത് ചെറുപ്പക്കാർ തന്നെയാണ്. ഇപ്പം പുതിയ തലമുറ എന്ന് പറയുന്നത് നഗരത്തിൽ മാത്രം തളച്ചിടേണ്ട ഒന്നല്ല. അവർ നാട്ടുപുറങ്ങളിലായാലും കടപ്പുറത്താണെങ്കിലും പുതിയ തലമുറ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മളൊരു ഓട്ടോറിക്ഷ കയറുമ്പോൾ അതിൽ ഓട്ടോറിക്ഷ ഓടിക്കുന്നവൻ ചെറുപ്പക്കാരനാണ്. ഒരു പീടികയിൽ ചെന്ന് ഒരു സാധനം വാങ്ങിക്കുമ്പോൾ ആ സാധനം വാങ്ങുന്നവൻ ചെറുപ്പക്കാരാണ്, വിൽക്കുന്നവൻ ചെറുപ്പക്കാരാണ്. ഒരു കെട്ടിടം പണി നടത്തുന്നവരിൽ ചെറുപ്പക്കാരുണ്ട്, മത്സ്യം പിടിക്കാൻ പോകുന്നവർ ചെറുപ്പക്കാരുണ്ട്. അപ്പോൾ ചെറുപ്പക്കാരുടെ ഒരു സംഘം എല്ലാ സ്ഥലങ്ങളിലുണ്ട്.
അത് നമുക്ക് എല്ലാവരും ഫേസ്ബുക്ക് നോക്കുകയും നെറ്റ് നോക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ തന്നെയും പുതിയ തലമുറയുടെ പ്രതീകങ്ങളാണ് താമരയും മോഹനും. അപ്പോൾ പ്രണയം തുറന്നു പറയേണ്ട ആവശ്യമില്ല. പ്രണയം തുറന്നു പറയേണ്ട, പ്രണയിക്കുന്നു എന്ന് തുറന്നു പറയേണ്ട ആവശ്യമില്ല, പക്ഷെ പ്രണയം പ്രകടിപ്പിക്കണം തീർച്ചയായിട്ടും. അപ്പം ഞാനിനി അതിനെക്കുറിച്ചൊന്നും പറയണ്ടല്ലോ. അച്ഛനോ അമ്മയും ഇനി മിണ്ടരുത്. ക്ലബ് എഫ്എമ്മിൽ ഇത് ലവ് ബൈറ്റ്സ് വിത്ത് റീനു. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. You are listening to Kerala's number 1 FM, Club FM. This is Love Bites with Reenu. പിന്നെ ഇന്നത്തെ രാത്രിയിലെ അവസാനത്തെ സെലിബ്രിറ്റിനെയും കൂടെ ഞാൻ വിളിച്ചോട്ടെ. ഇഷ്ടപ്പെടുന്ന പുരുഷനിൽ വേണ്ട ക്വാളിറ്റീസിനെ കുറിച്ച് പറയാനായിട്ട് ഗൗതമി നായരും 2012 You're listening to Love Bites on Club FM with Gautami and Reenu. ഗൗതമി, ഇഷ്ടപ്പെടുന്ന ഒരാൾ, ഓക്കെ, അങ്ങനെ ഒരാളിൽ ഏറ്റവും അധികം വേണ്ട ഒരു ക്വാളിറ്റി എന്താ? ലുക്സൊന്നും മണിയൊന്നും ഒന്നും ഞാൻ പറയത്തില്ല. ബിക്കോസ് ഇതൊക്കെ എപ്പോൾ വേണമെങ്കിൽ വരാം, എപ്പോൾ വേണമെങ്കിൽ പോവാം. സോ ഷുഡ് ഹാവ് എ നൈസ് ഹാർട്ട്. ഹി ഷുഡ് ബി ഓപ്പൺ ടു യു. He should be able to wait for you. He should be able to do anything for you. And he should have the feeling inside him to keep you happy no matter what happens. ഗൗതമി ഒരു റിലേഷൻഷിപ്പിലാകുമ്പോൾ യു ഷുവർ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും അയാൾക്ക് കൊടുക്കുമെന്ന്? ഞാൻ പറഞ്ഞ ഇങ്ങോട്ട് ഇട്ടേണ്ട കാര്യങ്ങൾ അത് മനസ്സിലായി. നമ്മൾ അങ്ങോട്ട് കൊടുക്കാൻ തയ്യാറാണോ? പിന്നെ my policy is if you receive you should always give love, take love. Yes. അല്ലാതെ ഞാൻ വെറുതെ നിന്നെ പ്രണയിച്ചുകൊണ്ടിരിക്കാം, നീ എന്നെ തിരിച്ച് പ്രണയിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് ഗൗതമി പറയില്ല. ഇല്ല, ഞാൻ ഒരിക്കലും ഒരു റിലേഷൻഷിപ്പിൽ ഫോർ ദ സേക്ക് ഓഫ് ഇറ്റ് പോകാറില്ല. ഐ ഗെറ്റ് ഇൻ ടു വൺ, ഇറ്റ് വിൽ ബി ലൈക്ക് ഉറപ്പിച്ച് ഇത് തന്നെ ഇത് അല്ലാതെ വേറൊന്നും ഇല്ല ഉള്ള രീതിയിലാണ് ഞാൻ എപ്പോഴും എനി റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം എങ്ങാനും എനിക്ക് തന്നെ ഡൗട്ട് തോന്നുകയാണെങ്കിൽ ഞാൻ പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഐ സ്റ്റോപ്പ് ഇറ്റ്. ഓക്കെ, അതായത് നമ്മളൊരു റിലേഷൻഷിപ്പിലാവുമ്പോൾ അയാൾക്ക് നമ്മളെ തന്നെ കൊടുക്കാൻ തയ്യാറാവുക, അയാളെ തരുന്ന സ്വീകരിക്കാനും. അയാളെ എത്ര നമുക്ക് തന്നില്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ നിന്ന് വെറുതെ വേസ്റ്റ് ആക്കണ്ടെന്ന്. അങ്ങനെ ഇരുന്നിരുന്നേ റീനുവിന് പോകാൻ സമയമായി. നിങ്ങളൊക്കെ ന്യൂ ഇയർ എൻജോയ് ചെയ്യല്ലേ, ഞാൻ മാത്രം ഇവിടെ ഇരുന്നാൽ മതിയോ? 1 മണി ആവാറായി. എന്നാലും ഇനി സമയമുണ്ടല്ലോ ആഘോഷിക്കാനായിട്ട്. ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിന്ന് ടാറ്റ പറഞ്ഞ് ന്യൂ ഇയറിനെ വരവേറ്റുകൊണ്ട് ഒരുപാട് പ്രതീക്ഷകളോടെ റീനു ഈസ് ലീവിംഗ്. ബിഫോർ ഐ ഗോ, let me say, love, keep loving and keep listening to Love Bites on Club FM. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. Good night. Take care.